ജമ്മു കാശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണം. സൈനിക വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ബൽറാം, എപ്പോഴാണ് ഈ ആക്രമണം നടന്നത്? എന്താണ് അതിന്റെ മറ്റു വിവരങ്ങൾ? ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഗോപീഷൻ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സൈനിക വാഹനത്തിന് നേരെ ഭീകരാക്രമണം ഉണ്ടായത്. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. സംയുക്ത സൈനിക സംഘം സഞ്ചരിക്കുകയായിരുന്ന വാഹനത്തിന് നേരെ ഭീകരവാദികൾ ഗ്രനേഡ് ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരു സൈനികന് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ സൈന്യം തിരിച്ചടിച്ചു. പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പത്താൻകോട്ടിലെ സൈനിക യൂണിറ്റിൽ നിന്ന് ഉൾപ്പെടെയുള്ള സൈനികരോട് ഈ മേഖലയിലേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം സൈന്യം നൽകിയിട്ടുണ്ട്. പഞ്ചാബിലെ പത്താൻകോട്ടിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് ജമ്മു കശ്മീരിലെ കത്വ ജില്ല. ഈ പഞ്ചാബിനോട് ചേർന്ന മേഖലയിലാണ് ഭീകരാക്രമണം ഉണ്ടായ പ്രദേശവും. അതുകൊണ്ട് ഏറ്റവും അടുത്ത സൈനിക ക്യാമ്പ് എന്നുള്ളത് പത്താൻകോട്ടിലാണ്. ഈ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരവും വ്യക്തമാക്കുന്നത്. സൈന്യം ഇതുവരെയും ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വാർത്താക്കുറിപ്പോ മറ്റോ പുറത്തിറക്കിയിട്ടില്ല എങ്കിൽ പോലും ജമ്മു കശ്മീർ പോലീസിൽ നിന്നാണ് ഈ വിവരം, ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ജമ്മു കശ്മീർ പോലീസും ഒപ്പം തന്നെ സൈന്യവും ചേർന്ന സംയുക്തമായ സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 ദിവസത്തിനിടെ ജമ്മു കശ്മീരിൽ നടക്കുന്ന രണ്ടാമത്തെ ഭീകരാക്രമണമാണ് ഇത്. രജൌരിയിൽ കഴിഞ്ഞ ദിവസമാണ് 24 മണിക്കൂറോളം നീണ്ട ശേഷമാണ് ഏറ്റുമുട്ടൽ അവസാനിച്ചത്. 2 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു, 4 ഭീകരരെ വധിച്ചിരുന്നു. ഇതിന് പിന്നാലെ 48 മണിക്കൂർ പൂർത്തിയാകും മുമ്പാണ് വീണ്ടും കത്വ ജില്ലയിൽ ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകി.